ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. So today's topic is Personal Jesus. Personal Jesus. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഈശോ. പേഴ്സണൽ ഹരദഹേതിഹിയലതഹ. അപ്പൊ കുറെ ഈശോകൾ ഉണ്ടെന്നാണോ? No. അല്ല, ഈശോ മിശിഹ യേശു ക്രിസ്തു ഇസ് വെരി 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 ബിഗ്. വളരെ വളരെ വലിയവൻ, മഹാനാണ്, മഹാൻ, ഗ്രേറ്റ് 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 ഗ്രേറ്റ്. അപ്പോൾ ഒരു കുഞ്ഞ് പിക്കിരി മനുഷ്യന് ഇത്രയും വലിയ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും എല്ലാ തലങ്ങളും ജീവിക്കാൻ പറ്റുമോ? ഇല്ല. സംശയം ഉണ്ടോ? അപ്പം അതുകൊണ്ട് യേശു ക്രിസ്തു ശിരസ്, തിരുസഭ ശരീരം എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയിൽ കുറേ അവയവങ്ങളുണ്ട്. അപ്പം ഈ ഭൗതിക ശരീരത്തിലെ ഓരോ അവയവവും ക്രിസ്തുവിൻ്റെ ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റിനെയാണ് ഉൾക്കൊള്ളാനും അത് അനുകരിക്കാനും അങ്ങനെ ഈശോയുടെ പിന്നാലെ പോയി സ്വർഗത്തിലെത്താനൊക്കെ പറ്റുമോ? അപ്പോൾ ആ പർട്ടിക്കുലർ ആസ്പെക്റ്റ്, ആ പർട്ടിക്കുലർ തലം, അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ക്വാളിറ്റീസ്, ചില പർട്ടിക്കുലർ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോരുത്തർക്കും ജീവിക്കാൻ പറ്റിയ ആ ഒരു മേഖല, അങ്ങനെയാണ് നമുക്ക് ഈശോനെ കാണാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് ആ ഒരു ചെറിയ കോണിൽ കൂടെ, ചെറിയ ആംഗിളിൽ കൂടെ നമുക്ക് ഈശോയെ കാണാൻ പറ്റും, അല്ലേ? അപ്പോൾ നമ്മൾ പറയും, അതെൻ്റെ പേഴ്സണൽ ഈശോ. ഫോർ എക്സാമ്പിൾ, ജീസസ് ദ ഗുഡ് ഷെപ്പേർഡ്, നല്ല ഇടയനായ ഈശോ എന്ന് പറയുമ്പോൾ ചിലർക്ക് ഞാൻ എപ്പോഴും വഴി തെറ്റിപ്പോണ ആളാണ്. അപ്പോൾ വഴി തെറ്റുമ്പോൾ ഈശോ അന്വേഷിച്ച് പിടിച്ച് തോളിലെടുത്ത് ഇങ്ങനെ നടക്കും. അപ്പം എൻ്റെ ഈശോ നല്ല ഇടയനായ ഈശോ, നല്ല ഇടയൻ, എനിക്കിഷ്ടം പോലെ വഴി തെറ്റിപ്പോവാ, ഈശോ അന്വേഷിച്ച് പിടിച്ച് തോളത്ത് കയറ്റി നടന്നുള്ളൂ, അല്ലേ? അത്രേ കാണാൻ പറ്റുന്നുള്ളൂ. ഈശോയുടെ കുരിശുമരണവും ഈശോയുടെ ഉത്ഥാനവും അതൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്നെ നയിക്കുന്ന എൻ്റെ ഇടയൻ, ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് മാത്രം ഇങ്ങനെ ധ്യാനിക്കാനും മുന്നോട്ട് പോകാനും പറ്റും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഈശോ ഉണ്ടോ? നിങ്ങൾക്ക് കാണാനും ഉൾക്കൊള്ളാനും കൈക്കൊള്ളാനും ഒക്കെ പറ്റിയ ഒരു ആംഗിൾ, ഒരു പർട്ടിക്കുലർ ക്വാളിറ്റി, അല്ലെങ്കിൽ ഈശോയുടെ ഒരു ചെറിയ ഭാഗം, ഒരു ചെറിയ അംശം. ഈശോ ചെയ്തതല്ലാതും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ലേ? പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കത് നമ്മുടെ വ്യൂവേഴ്സുമായി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടോ? നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ കേൾക്കട്ടെ, ആരാധന പറയാം. Reign the Holy Ruach Lord. Reign forevermore. ഞങ്ങൾക്ക് ഈ മൊനാസ്റ്റിക് ലൈഫ് വന്നതിന് ശേഷം വർഷങ്ങൾ, ത്രൂ ദ ഇയേഴ്സ്, ഫോർമേഷൻ്റെ ഇയേഴ്സും ഈ താപസ സന്യാസ ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഈ വർഷങ്ങളിലൂടെ ഉള്ളിൽ കൂടുതൽ ഈശോയോടുള്ള ബന്ധത്തിൽ വളരാൻ പറ്റി. ഈ വളരാനുള്ള ഒരു ട്രാക്കിൽ ത്രൂ സ്പിരിച്വൽ മദർ വി വർ ഏബിൾ ടു സീ ഏതാണ് ഇപ്പോൾ മദർ പറഞ്ഞ പോലെ ഏത് ആസ്പെക്ട് എൻ്റെ ഈശോ എൻ്റെ ലൈഫിൽ, അതായത് ഞാൻ ജനിച്ച മുതൽ ദെൻ ആസ് ഐ വാസ് ലിവിങ് സന്യാസ ജീവിതം തിരഞ്ഞെടുത്തതിന് മുമ്പ് ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഓൾസോ ആഫ്റ്റർ കമ്മിങ് ടു ദി സന്യാസ ജീവിതം ഏതാണ് ഒരു ട്രാക്ക്. അപ്പോൾ എനിക്ക് കൂടുതൽ ഈശോയുടെ കരുണാണ് സ്പർശിച്ചത്. എപ്പോൾ ആണെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ നോക്കുമ്പോൾ ഈ റിലീജിയസ് ലൈഫ്, ഈ മൊനാസ്റ്റിക് ലൈഫ് വരുന്നത് മുന്നും ഞാൻ നോക്കുമ്പോൾ ഐ ആം വെരി വീക്ക്, അല്ലെങ്കിൽ ഒരു പാപത്തിൻ്റെ അല്ലെങ്കിൽ വീക്കൊരു ആയ ഒരു പേഴ്സൺ, ഫീബിൾ, അതാണ് ഉദ്ദേശിച്ചത്. ഫീബിൾ, യെസ്, ഫീബിൾ. ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ഗോഡ്സ് മേഴ്സി. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഐ കനോട്ട് ഡു എനിത്തിങ് എക്സെപ്റ്റ്
when I rely on God's mercy. That means only you need the mercy. No. All the others are very strong. Nobody else is feeble. അങ്ങനെയാണോ? ഇല്ല. അല്ല, അത് നമ്മൾ നോക്കണില്ല. Okay. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കുന്നത് കർത്താവിൻ്റെ കരുണാണ്. അപ്പോൾ എൻ്റെ ലോഡാണ് കൂടുതൽ ഈ സന്യാസ ജീവിതത്തിൽ വന്ന ശേഷം വൗസ് എടുത്തതാണ് ഡിവൈൻ മേഴ്സി ലോഡ്, ദിവ്യകാരുണ്യ ഈശോ. ഡിവൈൻ മേഴ്സി ലോഡ്, ദിവ്യകാരുണ്യ കർത്താവ് അല്ലേ? യെസ്, ദിവ്യകാരുണ്യ കർത്താവ്. യുവർ പേഴ്സണൽ ജീസസ്, യുവർ ബ്രൈഡ്ഗ്രൂം. യെസ്. ഒരു തിരുവോസ്തിയുടെ കാര്യം പറയുമ്പോൾ, ദിവ്യകാരുണ്യത്തിലെ തിരുവോസ്തിയായിരിക്കുന്ന അപ്പമായിരിക്കുന്ന ഈശോയെ പറ്റി പറയുമ്പോൾ CCCയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ത്, ഒരു കുഞ്ഞ് തിരുവോസ്തിയിലെ ഓരോ പൊടിയും എടുത്തു നോക്കിയാൽ അതിൽ ഫുള്ള് ഈശോ ഉണ്ടെന്ന് അല്ലേ? അപ്പോൾ തിരുസഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന് പറയുമ്പോൾ ആ തിരുസഭയിലെ ഓരോ അവയവവും ഓരോ മണവാട്ടിയാവാൻ, ക്രിസ്തുവിൻ്റെ മണവാട്ടിയാവാൻ വിളിക്കപ്പെട്ടവളാണ്. മണവാട്ടി എന്ന് പറയുമ്പോൾ സോളിനെ അല്ലെങ്കിൽ ആത്മാവിനെ ഒരു ഫീമെയിൽ ഇതിലാണ് കാണുന്നത്, മണവാട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല. ഓക്കെ, ആത്മാവ് പുരുഷനും സ്ത്രീയൊന്നുമല്ല. പക്ഷേ ക്രിസ്തു മണവാളൻ എന്ന് പറയുമ്പോൾ തിരുസഭ മണവാട്ടി. അതായത് നമ്മുടെ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ആഴമുള്ള ബന്ധം എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള, അല്ലേ, വിവാഹിതരായ ദമ്പതികൾ തമ്മിലുള്ള ബന്ധം. അപ്പം നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഈശോയുമായി അല്ലെങ്കിൽ ക്രിസ്തുവുമായി അത്രയ്ക്കും ഗാഢമായ ബന്ധത്തിലേക്ക് ഓരോ മനുഷ്യാത്മാവും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കാനായിട്ട്. സോ വൗസ് എടുക്കുമ്പോൾ യുവർ ബ്രൈഡ് ഗ്രൂം ഇസ് the divine mercy Lord. Divine mercy Lord. Always I am at His mercy. So I am also called to be merciful. നമുക്കൊരു അല്ലേ, ചിലർക്ക് കൈക്കോട്ടിൻ്റെ സ്വഭാവം എന്ന് പറയും, തൂമ്പ ഇങ്ങോട്ട് പോരട്ടെ അല്ലേ, മേഴ്സിയൊക്കെ ഇങ്ങോട്ട് പോരട്ടെ, നല്ല കാര്യം. അത് കഴിഞ്ഞ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ, എന്നാലാണ് ഗുഡ് ബ്രൈഡ് ആവുള്ളൂ. അപ്പം ദൈവത്തിന് നമ്മുടെ കയ്യിൽ നിന്നൊന്നും കിട്ടിയിട്ട് വേണ്ട. പക്ഷേ ഈ സ്നേഹം, ദൈവം സ്നേഹമായതുകൊണ്ട് സ്നേഹത്തിൽ വികാരങ്ങളുണ്ട്, സ്നേഹത്തിൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. അപ്പോൾ ദൈവം ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഓക്കെ എല്ലാ സമയവും നീ എടുത്തോ നമ്മൾ കൊടുക്കുന്നത് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ഒരു സ്നേഹത്തിൽ രണ്ടുപേര് ഷെയർ ചെയ്യുന്നു, കൊടുക്കുന്നു, വാങ്ങുന്നു. അപ്പോൾ ഡിവൈൻ മേഴ്സി ലോഡിൻ്റെ കയ്യിൽ നിന്ന് ആ ഡിവൈൻ മേഴ്സി സ്വീകരിച്ച് കുറച്ചെങ്കിലും മേഴ്സി മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് യുവർ പേഴ്സണൽ ജീസസ്. ഓക്കെ, somebody else. You can say more about it later. My Jesus is crucified Savior. Crucified Savior. എപ്പോഴും കുരിശുമലാണെന്ന് അർത്ഥം Yes. അല്ലേ? Yes. എപ്പോഴും കുരിശുമ എടുക്കുന്ന ഈശോ. Yes. അപ്പോൾ where is the bride? കുരിശിൻ ചുവട്ടിൽ. നിയർ ദ ക്രോസ്, കുരിശിൻ്റെ അടുത്ത്. എന്ന് വെച്ച് ആ ഈശോ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നല്ല പറയുന്നത്. ആ ഒരു ആസ്പെക്റ്റ്, ആ ക്രൂശിതനായ ഈശോ പിന്നീട് ഉത്തിതനായി. പക്ഷെ നമുക്ക് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ആ ക്രൂശിതനായ രക്ഷകൻ, ക്രൂസിഫൈഡ് സേവിയർ. സോ യു ഫൈൻഡ് ഹിം ആസ് യുവർ Bridegroom. Okay, more anything? Why crucified savior? You don't need mercy. എനിക്ക് ഇഷ്ടമാണ് വേണ്ടത്. ഞാൻ wisdom വേണം. wisdom കിട്ടിയിട്ട് എന്തിനാ? wisdom ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ, wisdom വെച്ചിട്ടല്ലേ? ദൈവത്തെ പറ്റി അറിയുമ്പോൾ കൂടുതൽ സ്നേഹിക്കാൻ തോന്നും. അപ്പോൾ ഈശോ എന്താ ചെയ്തതെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. കുരിശിൽ കിടന്നു മരിച്ചു എന്ന് പറഞ്ഞു, പക്ഷെ ഇത് എന്താണ് അതിന്റെ അർത്ഥം മനസ്സിലാകാത്തതുകൊണ്ടാണ് സ്നേഹിക്കാൻ പറ്റാത്തത്. സ്നേഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? കൂടുതൽ ഇനിയും സ്നേഹിക്കാൻ അപ്പോൾ I love very little. കുറേ കൂടി So സ്നേഹിക്കും. may you love your Jesus more. അപ്പോൾ വിസ്ഡം, ആ ഒരു ജ്ഞാനം, ദൈവത്തിന്റെ ആ ഇതിന്റെ പുറകിൽ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്നുള്ള ഒരു കൂടുതൽ ആ Wisdom. മലയാളത്തില് ജ്ഞാനം. ഓക്കെ. അപ്പോൾ 1 Corinthians chapter 1 2nd verse
23-ലുണ്ട്. 1 Corinthians chapter 1 sacred verse 23. ഇതില് പൗലോസ് 1-ാം അധ്യായം 23-ാം തിരുവാക്യം. യഹൂദര് ഡിമാൻഡ് സയൻസ്, അവര് അടയാളങ്ങൾ അന്വേഷിക്കുന്നു. മറ്റേ വിജാതീയര് ജ്ഞാനം അന്വേഷിക്കുന്നു. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. But we proclaim Christ crucified, a stumbling block to Jews and foolishness to Gentiles. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. അപ്പൊ ആ വിജാതിയര് വിജ്ഞാനം അന്വേഷിക്കുന്നുണ്ട്. ഈ ലോകത്തിന്റെ അറിവായിരിക്കും. യഹൂദരോ അടയാളങ്ങള്, വേറെ അത് സയൻസ്. പക്ഷെ നമ്മള് ക്രിസ്ത്യാനികള് എന്താണ് അന്വേഷിക്കുന്നത്? ആരെയാണ് അന്വേഷിക്കുന്നത്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ. ഓക്കെ, അപ്പൊ ക്രിസ്ത്യൻ ലൈഫ് ഇസ് വെരി മച്ച് കണക്റ്റഡ് ടു റിഡംപ്റ്റീവ് സഫറിങ്. രക്ഷാകരമായിട്ടുള്ള സഹനം. സഹനത്തിലൂടെയാണ് കർത്താവ് നമ്മളെ വീണ്ടെടുത്തത്. എന്തിനാ സഹനം? ശുദ്ധീകരിക്കപ്പെടാൻ. നമ്മളെ തന്നെ അശുദ്ധിയിലൊക്കെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ശുദ്ധീകരിക്കപ്പെടണ്ടേ? സ്വർഗത്തില് മലിനമായതൊന്നും മ്ലേച്ഛമായതൊന്നും പ്രവേശിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, യോർ ബ്രൈഡ് ഗ്രൂം. ഓക്കെ, എൻ്റെ പേഴ്സണൽ ജീസസ്, ജെറുസലേം പ്രവേശന മിശിഹ. ജെറുസലേം പ്രവേശന മിശിഹ. എന്തിനാണാവോ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നത്? ജെറുസലേം പ്രവേശനം ഗോസ്പൽ വായിക്കുമ്പോൾ ആ ഒരു സുവിശേഷമാണ് എനിക്ക് ഈ ഹോളി ബൈബിൾ വായിക്കുമ്പോൾ ഏറ്റവും ഒരു താല്പര്യം തോന്നുന്ന ഒരു ഭാഗം. അപ്പോൾ ആ സുവിശേഷങ്ങൾ വായിച്ച് പോകുമ്പോൾ മുഴുവനും ഈശോ ഒരു സഹനത്തിലേക്ക് അറിഞ്ഞുകൊണ്ട്, അതായത് തൻ്റെ മരണ ഉദ്ധാന രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വധിക്കപ്പെടാൻ പോകുവാണെന്ന് അറിഞ്ഞുകൊണ്ട് ജെറുസലേമിലേക്ക് പോകുന്ന ഈശോ. നമ്മളാണെങ്കിലോ വധിക്കപ്പെടാനല്ല, കുഞ്ഞൊരു സഹനം കാണുമ്പോ തിരിഞ്ഞോടും. വഴി ജസ്റ്റ് മാറില്ല, നേരെ ഓപ്പോസിറ്റ് അല്ലേ? ടെൻഡൻസി എല്ലാവരും അല്ല. ചിലപ്പോ ഞാനൊക്കെ ആയിരിക്കും, നിങ്ങളൊക്കെ. അതെ, അപ്പോ ജെറുസലേമിലേക്ക് ഈശോ പ്രവേശിച്ചു. ജെറുസലേമിലേക്ക് പ്രവേശിച്ച മിശിഹ എന്തിന്? സഹനത്തിനെ നേരിടാൻ, മനുഷ്യവംശത്തെ മുഴുവൻ രക്ഷിക്കാനായിട്ടുള്ള അത്രയും സഹനം ഏറ്റെടുക്കാൻ. അപ്പോൾ അതാണ് മണവാളനാവാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഉത്തമയായ ഭാര്യ ആവോ? ഉത്തമയായ ഭാര്യയാകാനുള്ള ഫോർമേഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതായത് സഹനം എവിടെയാണെന്നിങ്ങനെ അന്വേഷിച്ച് അതിൻ്റെ പിന്നാലെ പോകും അല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ എന്തായിരിക്കും? എവിടെയാണ് കുറച്ച് സഹനം കിട്ടുക അല്ലേ? അങ്ങനെ അന്വേഷിച്ച് മണവാളിന് ഏറ്റവും അനുരൂപയായ മണവാട്ടിയാവാനുള്ള ഫോർമേഷൻ അല്ലേ? നിങ്ങൾ ഓരോരുത്തരും ഓരോ തരം ബ്രൈഡ് ഗ്രൂപ്പിനെ ചൂസ് ചെയ്ത് ഞാനിങ്ങനെ ഫോർമേഷൻ തരും. ഇത്രയും പേരുണ്ടെങ്കിൽ അത്രയും പേർക്ക് വിവിധങ്ങളായ ഫോർമേഷൻ അല്ലേ? അത് പേഴ്സണലായിട്ടാണെങ്കിലും ഇങ്ങനെ സഹനം ചിലപ്പോൾ ഈ എന്നെ സംബന്ധിച്ച് ഈ ചൂട് വലിയ പ്രോബ്ലമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ചില കാലാവസ്ഥയുടെ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പം അത് ആരോടും ഒന്നും പറയണ്ട. ചിലപ്പോൾ അത് അതെൻ്റെ ഇഷ്ടമാണ്, എനിക്ക് ഫാൻ ഇടണ്ടയോ, അതൊരു കുഞ്ഞു സഹനം. എന്തായാലും എൻ്റെ ഈശോയുടെ അത്രയൊന്നും എത്തുകയില്ല. എങ്കിലും ഒരു കുഞ്ഞു സഹനം ആ കാലാവസ്ഥയുടെ ചില പ്രോബ്ലംസ് ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ അത് ഈശോയ്ക്ക് കൊടുക്കാമല്ലോ. മിശിഹായോട് സ്നേഹമുണ്ടോ? മിശിഹായോട് സ്നേഹമുണ്ട്. എത്രയുണ്ട് സ്നേഹം? മിശിഹായോട് കൂടാറുണ്ട്, എങ്കിലും കൂടി വരുന്നു. കുറച്ചും കൂടി വരും. ഗുഡ്.